സദസ്സിന് പ്രണാമം. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ യത്രൈധാസ്തു ന പൂജ്യന്തേ സർവേ തത്ര അഫലപ്രിയാ. സ്ത്രീ ജന്മത്തെക്കുറിച്ച് കേട്ടുപഴകിയ ഒരു വാഴ്ത്തുപാട്ട്. യുഗാന്തരങ്ങളിലൂടെ നാം നേരിട്ടറിയുന്ന യാഥാർത്ഥ്യമോ പെണ്ണിൻ്റെ കണ്ണീര് കടലായി ഒഴുകുന്ന കാലപ്പെരുക്കും. പക്ഷേ ആ കുത്തൊഴുക്കിലും ആണധികാരത്തിൻ്റെ വെറും ഉപകരണമായി മാറാതെ തോൽക്കാൻ മനസ്സില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർന്നു വന്ന അനേകം സ്ത്രീ ജന്മങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. അവർക്കേവർക്കും എൻ്റെ പ്രണാമം. അന്ന് 2016 സെപ്റ്റംബർ 16 അമേരിക്കയിലെ പ്രസിദ്ധമായ ന്യൂയോർക്ക് നഗരം. ലോകത്തിലെ സൗന്ദര്യ ആരാധകന് മുഴുവൻ ശ്രദ്ധയും അന്നേ ദിനം ആ മഹാനഗരത്തിലാണ്. അതെ, പ്രശസ്തമായ ന്യൂയോർക്ക് ഫാഷൻ വീക്ക്. ആകാരവടിവുകൾ കൊണ്ട് ലോകത്തെ കീഴടക്കിയ സൗന്ദര്യറാണിമാർക്ക് മാത്രം അവസരം ലഭിക്കുന്ന ഫാഷൻ മാമാങ്കം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ ആകാംക്ഷയോടെ, അതിലേറെ അത്ഭുതത്തോടെ തിരഞ്ഞത് ഒരേ ഒരു മുഖമായിരുന്നു. ഒരു നിമിഷം വേദിയുടെ പുള്ളിയടർന്ന കപോലം, കണ്ണിന് തള്ളിയ തീരെരിഞ്ഞ മുഖം, ഒരു നിലവിളി പോലൊഴുകി വരുന്നൊരു വികൃത വിരൂപിണി വേദികയിൽ. അതെ, 19 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയാണ് ഇന്ന് പെൺകരുത്തിൻ്റെ പ്രതീകം. അവളുടെ കഥയാണ് കത്തുന്ന വർത്തമാനകാലത്തിന് നെഞ്ചിൽ നിന്നും നിറം കെട്ട പകല് നീക്കി വെളിച്ചത്തിലേക്ക് പറന്നുയർന്ന മറ്റൊരു ഫിനിക്സ് പക്ഷിയുടെ കഥ. രേഷ്മ ബാനു ഖുറേഷി. മുംബൈ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ചെമ്പൂർ എന്ന് വിളിക്കുന്ന ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്. അവിടെ ടാക്സി ഡ്രൈവറായ പിതാവ് സ്കൂളിൽ പോകാൻ മടി കാണിച്ചു നിൽക്കുന്ന തൻ്റെ ഇളയ മകളെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മോളെ, എൻ്റെ സഹോദരങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഈ ബാപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി എൻ്റെ പ്രതീക്ഷയെല്ലാം എൻ്റെ മോളിലാണ്. അവൾ അനുസരിക്കും. കാരണം രേഷ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ബാപ്പയെ. മൂത്ത ചേച്ചിയായിരുന്നു ഗുൽഷൻ, അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. സന്തുഷ്ടമായ കുടുംബം. प्यासे पले नए हम, प्यासे जीना हम, प्यासे पले नए हम, जीते हैं यहाँ बेफिक्र. അതിനിടയിലായിരുന്നു ഗുൽഷന്റെ വിവാഹം. വരൻ ജലാലുദ്ദീൻ. നാളുകൾ കടന്നുപോയി. അവർക്കൊരു മകൻ പിറന്നു. എന്നാൽ ഗുൽഷന്റെ വിവാഹ ജീവിതം അത്ര സന്തുഷ്ടമായിരുന്നില്ല. ഒരു പെൺകുഞ്ഞും കൂടി പിറന്നതോടെ ഗുൽഷന്റെ വിവാഹ ജീവിതം ദുസ്സഹമായി. ഒരു നാൾ പനിച്ചു വിറച്ച് കിടന്നിരുന്ന തന്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഗുൽഷൻ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, നോക്ക്, ഇത് നമ്മുടെ കുഞ്ഞല്ലേ, ഇനിയും ഇവളെ ചികിത്സിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിന് നഷ്ടമാകും. പക്ഷേ അയാൾ ആ കുഞ്ഞിനെ നോക്കി അലറി, കൊണ്ടുപോ ദൂരെ, സാത്താന്റെ സന്തതി, എനിക്ക് എന്റെ മകനെ മാത്രം മതി, ഈ നശിച്ച പെണ്ണിനെ എനിക്ക് വേണ്ട. ഗുൽഷൻ തന്റെ മകളെ മാറോട് ചേർത്ത് തേങ്ങി കരഞ്ഞു. പെണ്ണായി പിറന്നാൽ കണ്ണീരു മാത്രം, പിന്നീടുവാൻ നിത്യ ദുഃഖങ്ങൾ മാത്രം, വന്നേ പിറന്നതെന്റെ കുഞ്ഞേ, വല്ലായ്മകൾ മാത്രമേ തരാനായി. ആട്ടാസമുയർന്ന പകലിനൊടുവിൽ തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് ഗുൽഷൻ ഭർതൃഗൃഹത്തിൻ്റെ പടിയിറങ്ങി. നാളുകൾക്ക് ശേഷം ഒരു ഫോൺ കോൾ അവളെ തേടിയെത്തി. 3 വാക്കുകൾ അവളുടെ വിവാഹ ജീവിതത്തിന് വിരാമമായി. പക്ഷേ കലിയടങ്ങാത്ത ജലാലുദ്ദീൻ നിരന്തരം അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എടേ, എനിക്കെൻ്റെ മകനെ വേണം,
ആര് തടഞ്ഞാലും ഞാൻ എൻ്റെ മകനെ കൊണ്ടുപോയിരിക്കും. ജലാലുദ്ദീൻ വാക്കു പാലിച്ചു. പിറ്റേന്ന് സ്കൂളിലേക്ക് പോയ കുട്ടിയെ അയാൾ ബലമായി തന്റെ വീട്ടിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. മകന് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ തർക്കം ഒടുവിൽ കോടതി വരെ എത്തി. മനസ്സിൽ പകയുടെ നെരിപ്പോടുകൾ ആളിക്കത്തിച്ച് ജലാലുദ്ദീൻ കാത്തിരുന്നു. പകപുകയുന്ന മനസ്സിൽ ഒരാസുര നിലവുകൾ കനലായിരിയുന്നു. പകപുകയുന്ന മനസ്സിൽ ഒരാസുര നിലവുകൾ കനലായിരിയുന്നു. കടിച്ചു കീറാൻ ഒരു മൃഗമായവനൊരുങ്ങി നിന്നു ദിനമണയാ. 2014 മെയ് 19. അന്ന് പതിവിലും നേരത്തെ രേഷ്മയും സഹോദരിയും ഉണർന്നു. അന്ന് കോടതിയിൽ വിധി പറയുന്ന ദിവസമാണ്. ഗുൽഷനോടൊപ്പം രേഷ്മയും ഇറങ്ങി. ഈ മൈമൂർ റെയിൽവേ സ്റ്റേഷനായിരുന്നു ലക്ഷ്യം. ഇടവഴിയിൽ മതിൽ കെട്ട് വിടുവിടൂടെ തങ്ങളെ പിന്തുടരുന്ന 2 കണ്ണുകൾ അവർ തിരിച്ചറിഞ്ഞു. ജലാലുദ്ദീൻ! നീ എന്നെ തോൽപ്പിക്കാമെന്ന് കരുതിയല്ലേ? എന്നാൽ കോടതിയല്ല, ഈ ഞാൻ തീരുമാനിക്കും വിധി എന്താണെന്ന്. എനിക്ക് വേണ്ടത് നിന്നെയല്ല, ഇവളെയാണ്, രേഷ്മയെ. അതെ, ആ കിരാതൻ കയ്യിൽ കരുതിയ ഉഗ്രവീര്യമുള്ള ആസിഡ് രേഷ്മയുടെ മുഖത്തേക്ക് ഒഴിച്ചു. ദിക്കുകൾ നാലും നടുങ്ങി പകൽ നിലവിട്ടു നിലവിളിക്കുമ്പോൾ 1000 നോവിലോരാർത്തനാദത്തില പെണ്ണിൻ മുഖം കരിഞ്ഞേ പോയി. പച്ച മാംസം കത്തിക്കരിഞ്ഞ് താടിയല്ലേ തെളിയുന്ന മുഖവുമായി അവൾ നിലവിളിച്ചു. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ആരും സഹായിക്കാനായി മുന്നോട്ട് വന്നില്ല. ഒടുവിൽ ഒരു ബൈക്ക് യാത്രികന്റെ പിറകെ കയറി ആശുപത്രിയിലേക്ക്. ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലുമായി അവഗണനയും നരകയാതനകളും. തിരിച്ചറിയാൻ പോലും പറ്റാത്ത മുഖവുമായി വീട്ടിലേക്ക് മടങ്ങിയ ആ ദിവസം, അന്നാദ്യമായി അവൾ തന്റെ മുഖം കണ്ണാടിയിൽ കണ്ടു. ഒരു നേത്ത തേങ്ങലോടൊന്നു കണ്ടു, കവിളു കത്തി കരിഞ്ഞ രൂപം, വദനം വിരൂപം കരിഞ്ഞ കണ്ണും, ഹൃദയങ്ങൾ പൊള്ളി അടർന്ന് നീരും. ഏതൊരു പെൺകുട്ടിയും തകർന്നു പോകുന്ന അവസ്ഥ. തൻ്റെ ഇടതുകണിനൊപ്പം തൻ്റെ ജീവിതത്തിലും മെറിട്ട് പരക്കുന്നത് അവൾ അറിഞ്ഞു. 1 അല്ല 3 പ്രാവശ്യമാണ് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്നാൽ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധ ഓരോ അപകടത്തിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തി. സങ്കടം സഹിക്കവയ്യാതെ വന്ന ഒരു നാൾ തൻ്റെ കയ്യിൽ കരുതിയ ഗ്ലാസ് അവൾ തൻ്റെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞു. പാപ്പ, നിങ്ങൾ എന്തിനെന്നെ രക്ഷിക്കുന്നു? ഞാനിനി എന്തിനു ജീവിക്കണം? എന്നെ മരിക്കാനെങ്കിലും അനുവദിച്ചൂടെ? ബാപ്പ സാന്ത്വനിപ്പിച്ചു. മോളെ, ഏതുരാവിനും പകൽ വരില്ലേ, ഏതു നോവിനും അരുതിയില്ലേ, ഇക്കൂരിരുട്ടിൽ വെളിച്ചവുമായി ദിക്കറിയും നാഥൻ എത്തുകില്ലേ. നാളുകൾ കടന്നുപോയി. അന്ന് ജനലഴികളിലൂടെ അസ്തമയസൂര്യനെ നോക്കി നിൽക്കുന്ന രേഷ്മക്കരികിലേക്ക് ഒരു യുവതി കടന്നു വന്നു. രേഷ്മ, നിനക്കെന്നെ മനസ്സിലായോ? റിയ ശർമ്മ. അവൾ തിരിച്ചറിയുകയായിരുന്നു. പലതവണ അവൾക്ക് ആശ്വാസം നൽകിയ ശബ്ദം. മേക്ക് ലവ് നോ സ്കാർ എന്ന ആശ്രയികൾക്ക് വേണ്ടിയുള്ള സംഘടനയുടെ ആത്മാവ്. രേഷ്മ, നീ കാണുന്ന അസ്തമയസൂര്യനും ഇരുട്ടിനുമപ്പുറം ഒരു വെളിച്ചമുണ്ട്. നാളത്തെ പ്രഭാതമാണ് നിന്നെ കാത്തിരിക്കുന്നത്. അന്നാദ്യമായി അവൾ തൻ്റെ കണ്ണാടിക്ക് മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിന്നു. അവൾ കണ്ടു അവളെ തന്നെ, അവളെപ്പോലെ ആയിരക്കണക്കിന് ആസിഡ് ഇരകളെ, ഒരിക്കലും സമൂഹത്തിന് മുൻപിലേക്ക് ഇറങ്ങാൻ കഴിയാത്തവരെ. തണുത്തിരുട്ടിൽ കരഞ്ഞിരിക്കാനിനിയും പെൺജീവിതമുണ്ടോ? അന്നവൾ തന്റെ മേശയ്ക്കുള്ളിൽ നിന്നും മേക്കപ്പ് ബോക്സ് പുറത്തെടുത്തു. പാതിവെന്ത മുഖത്തവൾ പ്രതീക്ഷയുടെ ചായം തേച്ചു. അടുത്ത ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ
ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും തെളിഞ്ഞത് ഒരേ ഒരു മുഖമായിരുന്നു. സൗന്ദര്യത്തിന്റെ രസക്കൂട്ടുകളുമായി ബ്യൂട്ടി ടിപ്സുകൾ പറഞ്ഞു തരുന്ന ആസിഡ് ആക്രമണത്തിന്റെ ഇര. പാതി വെന്ത ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച മന്ദഹാസത്തിൽ അവളി ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അഴകാർന്നൊരുടൽ മാത്രമല്ല, പെണ്ണിനുയിരുണ്ട് കനവുണ്ട് കരളിൽ, കാറ്റിൻ കരുത്താകുമാറ്റിനൊഴുക്കായി ദുരിതങ്ങൾ നീന്തി കരേറാനൊരുങ്ങി. പിന്നെയുള്ള 2 വർഷങ്ങൾ രേഷ്മ ഖുറേഷിയുടേതായിരുന്നു. അവിടെ ബ്യൂട്ടി ടിപ്സിനായി സൗന്ദര്യ ആരാധകർ കാത്തിരുന്നു. 2016 ലോകത്തിലെ സൗന്ദര്യ റാണിമാർ മാത്രം ചുവടുവയ്ക്കുന്ന ന്യൂയോർക്ക് ഫാഷൻ വീക്കിൽ ഇന്ത്യൻ പ്രതിനിധിയായി. ബീയിങ് രേഷ്മ എന്ന അവരുടെ ആത്മാതുര താളുകളിൽ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ എഴുതി, അതിജീവനത്തിൻ്റെ പാഠപുസ്തകമാണ് രേഷ്മ ഖുറേഷി. നമുക്കിതിൽ നിന്നും ഏറെ പഠിക്കാനുണ്ട്. 2 വർഷങ്ങൾക്കിപ്പുറം അലഹബാദിലെ ഒരു കോടതി മുറി. അവിടെ നിസ്സഹായനായി തല കുനിച്ച് തൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ജലാലുദ്ദീൻ. എന്നാൽ അവിടെ തൻ്റെ ദുപ്പട്ട കൊണ്ടോ ഒരു മുടിയിട കൊണ്ടോ പോലും മുഖം മറയ്ക്കാതെ ആത്മവിശ്വാസത്തോടെ അവൾ നിന്നു. രേഷ്മ ഖുറേഷി. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് 5000-ലധികം ആസിഡ് ഇരകളുണ്ടെന്നാണ് കണക്ക്. മിനറൽ വാട്ടർ വാങ്ങാൻ കിട്ടുന്നത് പോലെ ആസിഡുകൾ വാങ്ങാൻ കിട്ടുന്ന ഈ രാജ്യത്ത് ആരുടെയൊക്കെയോ മനോവൈകല്യത്തിൻ്റെ ഇരകളാണവർ എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നതിനേക്കാൾ പുഴുക്കുത്തേറ്റ ഒരു സമൂഹത്തിൻ്റെ പ്രതിബിംബമാണവർ എന്ന് പറയുന്നതാകും ഉചിതം. പെണ്ണെന്നാൽ വെറും ഒരു ശരീരമോ ഉപഭോഗ വസ്തുവാണെന്ന് ചിന്തിക്കുന്ന, അടിച്ചും തൊടിച്ചും പെട്ടൊഴിച്ച് ചുട്ടും ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയും അവളെ നശിപ്പിക്കാമെന്ന് കരുതുന്ന മനോവൈകല്യങ്ങൾക്കാണ് ചികിത്സ നൽകേണ്ടത്. അതിനായി ഇനിയും രേഷ്മ ഖുറേഷിമാർ ഉയർന്നു വരും. നന്ദി, നമസ്കാരം.